Let's start. Okay, biological spill kit ആണ്. The kit should include a minimum bleach. അല്ലേ, ബയോളജിക്കൽ സ്പിൽ കിറ്റിൽ ബ്ലീച്ച് ഉണ്ടായിരിക്കും. ഓക്കെ, സോറി. അബ്സോർബൻ മെറ്റീരിയൽസ് ആയ പേപ്പർ ടവൽസ്, പിക് മാറ്റ്സ്, ഇതെല്ലാം തന്നെ ഇതിനകത്തുണ്ടായിരിക്കും. എന്തിനകത്ത്? ബയോളജിക്കൽ സ്പിൽ കിറ്റിൽ ഉണ്ടാകുന്ന ബ്ലീച്ച് ഉണ്ടായിരിക്കും. അബ്സോർബൻ മെറ്റീരിയൽസ് ആയിട്ടുള്ള പേപ്പർ ടവൽസ്, പിക് മാറ്റ്സ് ഒക്കെ കാണും. PPE ഉണ്ടായിരിക്കും. PPEയിൽ ഗ്ലൗസ്, ഐ പ്രൊട്ടക്ഷൻ, ഫേസ് മാസ്ക്, ഇതെല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആയിരിക്കും. വേസ്റ്റ് ബാഗ്സ് കാണും, അല്ലേ, ബയോ ഹസാർഡായിട്ടുള്ള വേസ്റ്റ് ബാഗ്സ് കാണും. മീൻസ് നമ്മൾ യൂസ് ചെയ്ത നീഡിൽസും സിറിഞ്ചും ഇതെല്ലാം തന്നെ കോട്ടൺസും എല്ലാം തന്നെ ഇടാനുള്ള ബയോ ഹസാർഡ് വേസ്റ്റ് ബാഗ്സ് കാണും. ഫോർസെപ്സ് കാണും, ടോങ്സ് കാണും, ബ്രൂംസ് കാണും, ഡസ്റ്റ് പാൻ ഉണ്ട്. ഓക്കെ, ഇത്രയും സാധനമാണ് ബയോളജിക്കൽ സ്പിൽ കിറ്റിനകത്തുള്ളത്. ബ്ലീച്ച്, അബ്സോർബൻ മെറ്റീരിയൽസ്, അതിൽ ഇൻക്ലൂഡഡ് പേപ്പർ ടവൽസ്, പിക് മാറ്റ്സ് എക്സെട്ര. ദെൻ PPE ഇൻക്ലൂഡിങ് ഗ്ലൗസ്, ഐ പ്രൊട്ടക്ഷൻ ആൻഡ് ഫേസ് മാസ്ക്. ദെൻ നെക്സ്റ്റ് ഈസ് ദ ബയോഹസാർഡ് വേസ്റ്റ് ബാഗ്സ് which contains the waste bags to drop the biohazard substances. Then forceps, tongs, broom and dust pans etc. are included in spill kit, biological spill kit. Okay, next is biohazard spill response. Proper biohazard spill response ensures that a safe and effective cleanup occurs. By following steps below, you will greatly minimize the risk of exposure to biohazard as well as potential further contamination from spill. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ബയോഹസാർഡ് സ്പിൽ റെസ്പോൺസ് ഉണ്ടായാലും എന്തൊക്കെ മെഷേഴ്സ് എടുക്കണമെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ബയോഹസാർഡ് സ്പിൽ റെസ്പോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാവുന്നു, എന്തെങ്കിലും ബയോഹസാർഡ്സ് തെന്നി മാറി അങ്ങനെ താഴെ വീഴുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ, സ്പിൽ ഔട്ട് ആയിപ്പോയാൽ, പുറത്തോട്ട് പോയാൽ നമ്മൾ എന്തൊക്കെ മെഷേഴ്സ് എടുക്കണം എന്നാണ് പറയാൻ പോകുന്നത്. Spill involving BSL1 and ABSL1 agent material. Done proper PPE including gloves and safety glasses. Okay, PPE kits യൂസ് ചെയ്യണം, ഗ്ലൗസും സേഫ്റ്റി ഗ്ലാസ്സസും യൂസ് ചെയ്യണം. റിമൂവ് കണ്ടാമിനേറ്റഡ് ഷാർപ്പ് ഫ്രം സൈറ്റ് യൂസിങ് ഫോർസെപ്സ് ഓർ ടോങ്സ് യൂസ് ചെയ്തിട്ട് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഷാർപ്പ് അല്ലെങ്കിൽ നൈഫൊക്കെ ഉണ്ടെങ്കിൽ നൈഫിനെയൊക്കെ മാറ്റണം. കവർ ദ സ്പിൽ വിത്ത് അബ്സോർബൻ മെറ്റീരിയൽസ്, പേപ്പറും അല്ലെങ്കിൽ ടവൽസ് ഒക്കെ കൊണ്ട് ആ സ്പില്ലായിട്ടുള്ളത്, ഇപ്പോൾ സ്പില്ലായ മീൻസ് എന്തെങ്കിലും ഒരു മൈക്രോബിയൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന സൊല്യൂഷൻ ആയിരിക്കും സ്പിൽ ഔട്ട് ആയത്. അപ്പോൾ അതിന് ടവൽസ് യൂസ് ചെയ്ത് തുടച്ച് മാറ്റണം. ഫോർ ഓൺ 10% ബ്ലീച്ച് ഓൺ ദ അബ്സോർബൻ മെറ്റീരിയൽ 10% ബ്ലീച്ച് ഒഴിക്കണം. വൈപ്പ് ദ ഏരിയ വർക്കിംഗ് ഫ്രം എഡ്ജസ് ടുവേഴ്സ് ദ സെൻറ്റർ, അല്ലേ, ആ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്യണം. പ്ലേസ് അബ്സോർബൻ മെറ്റീരിയൽ ഇൻ ബയോഹസാർഡ് ബാഗ് ഫോർ ഡിസ്പോസൽ. ഓക്കെ, അബ്സോർബൻ മെറ്റീരിയൽസ് അത് ബയോഹസാർഡ് ബാഗ് നമ്മുടെ കിറ്റിനകത്തുണ്ട്, അതിനകത്ത് ഡിസ്പോസ് ചെയ്യണം. വൈപ്പ് ഏരിയ വിത്ത് വാട്ടർ ടു റിമൂവ് റെസിജ്വൽ ബ്ലീച്ച്. എന്നിട്ട് നമ്മുടെ വീണ്ടും നന്നായി വൈപ്പ് ഔട്ട് ചെയ്യണം. റിമൂവ് PPE ആൻഡ് വാഷ് ഹാൻഡ്സ് തറലി. PPE കിറ്റൊക്കെ മാറ്റി ചെയ്തിട്ട് PPE ഒക്കെ മാറ്റിയിട്ട് ഗ്ലൗസും മാസ്കും ഇതെല്ലാം മാറ്റി നമ്മൾ ബോഡി, ഫേസും ഹാൻഡ്സും ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്യണം. സൂപ്പർവൈസർ ആരാണോ അവരെ അറിയിക്കണം. ഇത്രയും ജോലിയാണ് നമ്മൾ ഒരു സ്പിൽ ഔട്ട് ഉണ്ടായാൽ ചെയ്യണം. ഒരു സാധനം ബയോസാറാണ്, എന്തെങ്കിലും ബ്ലഡ് സാമ്പിൾസ് ഒക്കെ ആയിരിക്കാം, അത് തെന്നി താഴെ പോയാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. ഓക്കെ, ദെൻ ബാക്കിയെല്ലാം തന്നെ പ്രോപ്പർ അങ്ങനെയാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. എല്ലാം പറയുന്ന ഒരു കാര്യം തന്നെയാണ്, നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്കത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വായിച്ച് നോക്കാവുന്നതാണ്. ഫസ്റ്റ് ഓഫ് ആൾ ക്ലീനിങ് ആൻഡ് ഡിസിൻഫെക്ഷൻ ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെ ഡിസിൻഫെക്റ്റൻസിന് ക്ലീൻ ചെയ്യും, എന്തൊക്കെ ബയോസേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം. ഒന്ന് കോൺടാക്ട് time means the time that disinfectant needs to stay wet on surface in order to ensure proper disinfection occurs. ഒരു ടൈം പീരീഡ് നമ്മൾ കോണ്ടാക്ട് ടൈം എന്ന് പറയുന്നത് ഒരിപ്പോൾ മൈക്രോബ്സ് ഒരു സ്ഥലത്തുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വെറ്റായിട്ടുള്ള ഫ്ലോറിലായിരിക്കും കൂടുതൽ മൈക്രോബ്സ് പ്രസൻ്റ് ആയിരിക്കുന്നത്. ടു എൻഷ്യൂർ പ്രോപ്പർ ഡിസിൻഫെക്ഷൻ മീൻസ് നമ്മൾ ഒരു ഡിസിൻഫെക്റ്റൻറ്റിന് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിസിൻഫെക്റ്റൻസ് ലൈസോൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എടുക്കുന്ന സമയം, ആ ഫ്ലോറ് ഡിസിൻഫെക്റ്റ് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് നമ്മൾ എന്തെന്നാ കോണ്ടാക്ട് ടൈം എന്ന് പറയുന്നത്. ദാറ്റ് ടൈം ദാറ്റ് എ ഡിസിൻഫെക്റ്റൻറ്റ് നീഡ്സ് ടു സ്റ്റേ വെറ്റ് ഓൺ എ ഫ്ലോർസ് in order to ensure proper disinfection occurs. Okay, disinfectant means an agent. Disinfectant എന്ന് പറയുന്ന ഒരു ഏജന്റ് ആണ്. ഓക്കെ,
that is applied to the surface, ഒരു ഫ്ലോറിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഓഫ് എ നോൺ ലിവിങ് ഓബ്ജെക്റ്റ് ടു, ഫ്ലോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു നോൺ ലിവിങ് ഓബ്ജക്റ്റ് ആണ് അല്ലേ, ഒരു സർഫസ് എന്ന് പറയുന്നത് നോൺ ലിവിങ് ആണ്. ടു ഡിസ്ട്രോയ് മൈക്രോ ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ്, ലിവിങ് സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റൻറ്റ്, മൈക്രോബിയൽ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനാണ്. ദാറ്റ് ആർ ലീവിങ് ടു ദ ഒബ്ജക്റ്റ് എക്സെപ്റ്റ് സ്പോർട്സ് അല്ലേ, സ്പോർട്സിനെ ഡിസിൻഫെക്റ്റൻസ് ഒരിക്കലും ഡിസ്ട്രോയ് ചെയ്യത്തില്ല. ഇതിൻ്റെ വ്യത്യാസം എന്ന് വെച്ചാൽ സ്റ്റെറിലൻസും ഡിസിൻഫെക്റ്റൻസും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഡിസിൻഫെക്റ്റൻസ് ഡിസിൻഫെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് എല്ലാ മൈക്രോബ്സിനെയും അവിടെ നിന്ന് തുടച്ച് മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ കില്ല് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയാണ്. എക്സെപ്റ്റ് സ്പോർട്സിനെ മാത്രം നമ്മൾ മാറ്റുകയില്ല. ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പം ആ ഡിസിൻഫെക്റ്റൻ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് അവിടെ ക്ലീൻ ആക്കുന്ന പ്രോസസ്സ്. ദ ആക്ഷൻ ഓഫ് അപ്ലൈയിങ് ആൻ ആൻറ്റി മൈക്രോബിയൽ ഏജൻറ്റ്, ദാറ്റ്സ് അവർ ഡിസിൻഫെക്റ്റൻറ്റ്, to the surface of a non-living object to destroy microorganisms that are living on the object. Non-living object എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലോറിൽ ലിവിങ് ഓബ്ജക്റ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം ഉണ്ട്, അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു അപ്ലൈ ചെയ്യുന്നുണ്ട്, ഡിസിൻഫെക്റ്റൻ്റ് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. സ്യൂട്ടബിൾ ഡിസിൻഫെക്റ്റൻറ്റ്, എ ഡിസിൻഫെക്റ്റൻറ്റ് ദാറ്റ് ഹാസ് പ്രൂവൺ എഫക്റ്റീവ് അഗെയിൻസ്റ്റ് സ്പെസിഫിക് മൈക്രോ ഓർഗാനിസം, അതിനാണ് നമ്മൾ സ്യൂട്ടബിൾ. അപ്പോൾ ഓരോ മൈക്രോ ഓർഗാനിസത്തിനും ഓരോ ടൈപ്പ് ഓഫ് ഡിസിൻഫെക്റ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു ഡിപ്പെൻഡ്സ് ഓൺ മൈക്രോബിയൽ പോപ്പുലേഷൻ അനുസരിച്ച്. ഓക്കെ, കോമൺ ആയിട്ട് അപ്രൂവ് ചെയ്ത ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഈ ടേബിളിലുണ്ട്. ഒന്ന്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺലി അക്സെപ്റ്റഡ് സ്യൂട്ടബിൾ ഡിസിൻഫെക്റ്റൻസിൻ്റെ ടേബിളാണ് നമുക്ക് പഠിക്കാം. ഒരു സെക്കൻഡ്, നിങ്ങൾക്ക് കാണാം എന്ന് വിചാരിക്കുന്നു ക്ലിയർ ആയിട്ട്. ഒന്ന് ബ്ലീച്ച് അല്ലേ, നമ്മൾ ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യാറുണ്ട്. ആക്റ്റീവ് ഏജൻറ്റ് സോഡിയം ഹൈപ്പോക്ലോറേറ്റ് ആണ്. ബ്ലീച്ചിൽ ആക്റ്റീവ് ഏജൻറ്റ് എന്ന് ചോദിച്ചാൽ സോഡിയം ഹൈപ്പോക്ലോറേറ്റ്. ഓക്കെ, ബ്ലീച്ചിലെ ആക്റ്റീവ് ഏജൻറ്റ് സോഡിയം ഹൈപ്പോക്ലോറേറ്റ്. അക്വസ് കോൺസെൻട്രേഷൻ 500 മുതൽ 5000 പാർട്സ് പെർ മില്യൺ, 500 മുതൽ 5000 പാർട്സ് ppm, പാർട്സ് പെർ മില്യൺ. അപ്പം ഈക്വലൻ്റ് 1:10 വോളിയം ഹൗസ് ഹോൾഡ് ബ്ലീച്ച്, അതായത് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1:10 റേഷ്യോയിലാണ് നമ്മൾ എടുക്കേണ്ടത്. 1 ഗ്രാം എടുത്താൽ 10 ലിറ്റർ വെള്ളത്തിലായിട്ട് എടുക്കണം. ഓക്കെ, 1 ഗ്രാം എടുത്ത് 10 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്യണം. ഓക്കെ, ദെൻ കോണ്ടാക്ട് ടൈം 10 മിനിറ്റ് ആണ്. കോണ്ടാക്ട് ടൈം 10 മിനിറ്റ് ആണ്. ഓക്കെ, ഇതിൻ്റെ കൊമൻസ് കൊറോസീവ് ടു മെറ്റൽ സർഫസ്. ബ്ലീച്ച് യൂസ് ചെയ്യുമ്പം കൊറോസീവ് ഓക്സിഡേഷൻ നടക്കും, മെറ്റൽ സർഫസ് എല്ലാം തന്നെ കൊറോസീവ് ആകും. മസ്റ്റ് ബി വൈപ്പ് വിത്ത് വാട്ടർ ഫോളോയിങ് യൂസ്. അപ്പോൾ നമ്മൾ ബ്ലീച്ച് യൂസ് ചെയ്ത് മെറ്റൽ സർഫസിലാണെങ്കിൽ നമ്മൾ തുടച്ച് മാറ്റണം. ഓക്കെ, നമ്മൾ ബ്ലീച്ചൊക്കെ കൊണ്ട് നമ്മുടെ മെറ്റൽസ് യൂസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ തുടച്ച് കഴിഞ്ഞിട്ട് നമ്മളിങ്ങ് വന്നാൽ അത് എന്തെങ്കിലും കൊറോസീവായിട്ട് മാറും, അത് എന്തെങ്കിലും തുരുമ്പിക്കാൻ തുടങ്ങും, അപ്പോൾ അത് തുടച്ച് മാറ്റണം. ദെൻ അൺഡൈല്യൂട്ടഡ് ബ്ലീച്ച് സ്റ്റോർഡ് ഇൻ ദ ഒറിജിനൽ കണ്ടെയ്നർ അറ്റ് റൂം ടെമ്പറേച്ചർ ഹാസ് ഷെൽഫ് ലൈഫ് അപ്രോക്സിമേറ്റ്ലി 1 year. നമ്മൾ ബ്ലീച്ചിങ് പൗഡറായിട്ട് വാങ്ങാറുണ്ട് അല്ലേ, പൗഡർ വാങ്ങിച്ചിട്ടാണ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ പൗഡറായിട്ടുള്ളത് 1 വർഷം വരെ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡൈല്യൂട്ടഡ് വർക്കിംഗ് സൊല്യൂഷൻ മസ്റ്റ് ബി മെയ്ഡ് ഡെയിലി. നമ്മൾ ഒരു ദിവസം ഡൈല്യൂട്ട് ചെയ്തെടുത്താൽ അത് അന്ന് തന്നെ യൂസ് ചെയ്ത് കഴിയണം. ദെൻ നെക്സ്റ്റ് ഡിസിൻഫെക്റ്റൻറ്റ് എന്ന് പറയുന്ന ആൽക്കഹോൾസ് ആണ്. ആൽക്കഹോൾസ്, ഈതയിൽ ആൽക്കഹോൾ യൂസ് ചെയ്യാറുണ്ട്, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ എപ്പോഴും നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. ഹാൻഡ് വാഷ് ചെയ്യാനല്ല, റബ്ബ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ്. 70% നമ്മൾ യൂസ് ചെയ്യുന്നത്, കോമൺലി യൂസ് ചെയ്യുന്നത് 70%, 70% ആൽക്കഹോളാണ്. 70% ആൽക്കഹോൾ എടുത്തിട്ട്, അബ്സല്യൂട്ട് ആൽക്കഹോൾ എടുത്തിട്ട് അതിനകത്ത് 30% വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 10 മിനിറ്റാണ് ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് കോണ്ടാക്ട് ടൈം. മീൻസ് നമ്മളങ്ങനെ ആക്കി 10 മിനിറ്റ്സിനുള്ളിൽ എന്ത് ചെയ്യും, അതിൻ്റെ തുറന്ന് വെച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ സമയം 10 മിനിറ്റ്സ് ആണ് വരുന്നത്. ദെൻ ഫ്ലെയിമബിൾ ആണ്, കത്തിപ്പിടിക്കുന്നതാണ്. മീൻസ് നമ്മൾ ഫ്ലോറിലൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡിസിൻഫെക്ഷൻ ആകാൻ എടുക്കുന്ന സമയമാണ് ഈ 10 മിനിറ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആൽക്കഹോളും എത്തനോളും എല്ലാം തന്നെ കത്തുന്നതാണ്. ട്രീറ്റഡ് ലിക്വിഡ് വേസ്റ്റ് ആൻഡ് അൺയൂസ്ഡ് പോർഷൻ മസ്റ്റ് ബി ഡിസ്പോസ്ഡ് ആസ് ഹസാർഡസ് വേസ്റ്റ് അല്ലേ. ട്രീറ്റഡ് ലിക്വിഡ് വേസ്റ്റ്, ഇതൊരു നമ്മൾ വോളറ്റൈലാണ്, ആവിയായിട്ട് പോകും തുറന്ന് വെച്ചാൽ ആൽക്കഹോൾ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യണം, ഹസാർഡസ് വേസ്റ്റ് ആയിട്ട് ഡിസ്പോസ് ചെയ്യണം.
പെറോക്സി ഗാർഡ് അല്ലെങ്കിൽ റെസ്ക്യൂ എന്ന് പറയും. ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിസിൻഫെക്റ്റൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഒരു ഓക്സിഡൻ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ക്ലീനിങ് ഏജൻ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. റെസ്ക്യൂ ഓർ പെറോക്സി ഗാർഡ്. പെറോക്സി ഗാർഡ് ഈസ് ദ ട്രേഡ് നെയിം ഓഫ് വിച്ച് കെമിക്കൽ സബ്സ്റ്റൻസ് എന്ന് ചോദിക്കാം. ഹൈഡ്രജൻ പെറോക്സൈഡ് അല്ലെങ്കിൽ റെസ്ക്യൂ ഈസ് ദ കെമിക്കൽ നെയിം ഓഫ് വിച്ച് അമോങ് ദി ഫോളോയിങ് കെമിക്കൽ സബ്സ്റ്റൻസ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. പിന്നെ ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 70% ആൽക്കഹോളാണ് നമ്മൾ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റഡ് ഓൺ ലേബൽ. ലേബലിൽ എന്താണ് ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്, ബോട്ടിലിന് ലേബലിൽ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് അനുസരിച്ച് ചെയ്യും. ഒരു ഓക്സിഡൻ്റ് ആണ്. 1 മിനിറ്റാണ് ഇതിൻ്റെ ഡിസിൻഫെക്റ്റ്. വളരെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ക്ലീൻ ആകും. 1 മിനിറ്റാണ് ഇതിൻ്റെ ഡിസിൻഫെക്റ്റൻ ടൈം എന്ന് പറയുന്നത്. അഡീഷണലി അപ്രൂവ്ഡ് ഫോർ യൂസ് വിത്തിൻ ദ വിവേറിയം അല്ലേ. അപ്പം യൂസ് മീൻസ് നമ്മൾ എവിടെയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്ന അവിടെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. ദെൻ ക്രൂ അല്ലെങ്കിൽ ബാത്റൂം ഡിസിൻഫെക്റ്റൻ ക്ലീനർ. അത് ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്. അതിനകത്ത് ഒരുപാടെണ്ണം വരുന്നുണ്ട്, പല ടൈപ്പ് വരുന്നുണ്ട്. ഡെറ്റോള്, ലൈസോള്, അങ്ങനെ നമ്മൾ കോമൺ നിത്യജീവിതത്തിൽ നമ്മുടെ വാഷ്റൂമുകളിൽ യൂസ് ചെയ്യുന്ന എല്ലാം തന്നെ ഈ ക്വാട്ടർണറി അമോണിയം കോമ്പൗണ്ട്സിൽ വരുന്നുണ്ട്. ലേബലിൽ ഡയറക്റ്റ് ചെയ്ത പോലെ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ യൂട്ടിലൈസ്ഡ് ബൈ വെജിറ്റബിൾ പൗഡറായിട്ടോ ക്യാമ്പസ് സർവീസ് വർക്കർ മീൻസ് കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മുടെ ക്ലീനിങ് വർക്കേഴ്സൊക്കെ ആയിരിക്കും, സർവീസ് വർക്കേഴ്സൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ദെൻ എക്യുപ്മെൻറ്റ് ആൻഡ് സർഫസ് വർക്ക് സർഫസ്. അപ്പോൾ നമ്മൾ ഒരു ലാബിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, ലബോറട്ടറിയിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു വർക്ക് സ്പേസ് കാണും, വർക്ക് സർഫസ് കാണും, വർക്ക് ബെഞ്ച് കാണും. അപ്പോൾ അത് നമ്മളെപ്പോഴും ക്ലീൻ ആക്കി സൂക്ഷിക്കാൻ പാടുള്ളൂ. ക്ലീൻ ലബോറട്ടറി കണ്ടീഷൻസ്, മിനിമൈസ് ദ എക്സ്പോസർ ഓർ കണ്ടാമിനേഷൻ എല്ലാം കുറയ്ക്കണം. ദ വർക്ക് സർഫസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഷുഡ് ബി ഡിസിൻഫെക്റ്റൻ ഡെയിലി. വർക്ക് സർഫസും എക്യുപ്മെൻറ്റ്സും എന്നും നമ്മൾ ക്ലീൻ ആക്കണം. അത് ഏത് ലാബിലായാലും, കെമിക്കൽ ലാബിലായാലും ആനലിറ്റിക്കലായാലും മൈക്രോബയോളജി ഏത് ലാബിലായാലും നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മുടെ വർക്ക് ബെഞ്ച് നമ്മൾ എന്നും നീറ്റായിട്ട് ക്ലീൻ ആക്കിയിട്ടേ പോകാൻ പാടുള്ളൂ, നമ്മൾ യൂസ് ചെയ്ത ഇൻസ്ട്രുമെൻസും എല്ലാം. സർഫസ് മസ്റ്റ് ബി ഡിസിൻഫെക്റ്റഡ് ഇമീഡിയറ്റ്ലി യൂസിങ് ഡിസിൻഫെക്റ്റൻസ് അല്ലേ. നമ്മൾ എന്തെങ്കിലും മസ്റ്റ് ബി ഡിസിൻഫെക്റ്റഡ് ഇമീഡിയറ്റ്ലി യൂസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസിൻഫെക്റ്റ് ആക്കണം. എസ്പെഷ്യലി മൈക്രോബയോളജി, ബയോടെക്നോളജി ഒക്കെ വരുമ്പോൾ, കാരണം പെട്ടെന്ന് ഡിസീസ് കോസിങ് ആകാനുള്ള സാധ്യതയുണ്ട്. ദെൻ ബയോളജിക്കൽ സ്പിൽ കിറ്റ്. ബയോളജിക്കൽ സ്പിൽ കിറ്റിൽ എന്തൊക്കെയാണുള്ളത്? ഓക്കെ, ബയോളജിക്കൽ സ്പിൽ കിറ്റിൽ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം.